നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം ഇടയ്ക്ക എന്ന വാദ്യോപകരണത്തെ പറ്റിയാണ്. ഇടയ്ക്ക എന്ന വാദ്യോപകരണം കാണാത്തതായും കേൾക്കാത്തതായും ആരും തന്നെ ഉണ്ടാവുകയില്ല. ഇതൊരു ദേവവാദ്യമാണ്. ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് എങ്കിലും സംഗീതപരമായ മറ്റ് ആവശ്യങ്ങൾക്കും ഇടയ്ക്ക ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വരിക്കപ്ലാവിൽ കടഞ്ഞെടുത്തിട്ടുള്ള കുറ്റി, മഹാഗണിയിൽ തീർത്തിട്ടുള്ള തോല് പിടിപ്പിക്കാനുള്ള 2 വട്ടങ്ങൾ, ഗണ്ടകൾ അല്ലെങ്കിൽ പൊടിപ്പുകൾ പിടിപ്പിക്കുവാനുള്ള 4 ജീവക്കോലുകൾ, വട്ടങ്ങളിലുള്ള 6 ദ്വാരങ്ങൾ. ഇത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 4 ജീവക്കോലുകൾ 4 വേദങ്ങളെയും 6 ദ്വാരങ്ങൾ 6 ശാസ്ത്രങ്ങളെയും 2 വട്ടങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇത്രയും ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിദേവിക്ക് താങ്ങുവാൻ വളരെ പ്രയാസമാണ്. അതിനാലാണ് ആകാശത്തും ഭൂമിയിലുമല്ലാതെ ഇടഭാഗത്ത് ഇടയ്ക്ക എന്ന വാദ്യോപകരണം തൂക്കിയിടുന്നത്. തൂക്കി അന്തരീക്ഷത്തിലാണ് ഇടയ്ക്ക തൂക്കിയിടുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വാദ്യോപകരണത്തിന് ഇടയ്ക്ക എന്ന പേര് വന്നിട്ടുള്ളത്. ശ്രുതിപ്രാധാന്യമുള്ള ഒരു ഉപകരണമാണ് ഇടയ്ക്ക. ഇടയ്ക്കയുടെ കുറ്റി നിർമ്മിക്കുന്നത് വരിക്കപ്ലാവിൻ്റെ വേര് അല്ലെങ്കിൽ കൊമ്പ്, ഇതുകൊണ്ടാണ് ഇടയ്ക്കയുടെ കുറ്റി നിർമ്മിക്കുന്നത്. നല്ല രീതിയിൽ വിളഞ്ഞ വരിക്കപ്ലാവിൻ്റെ കാതൽ കടഞ്ഞാണ് ഇതിൻ്റെ കുറ്റി നിർമ്മിക്കുന്നത്. 2 സൈഡിലുമുള്ള വട്ടങ്ങൾ, തോല് പിടിപ്പിച്ചിട്ടുള്ള വട്ടങ്ങൾ മഹാഗണിയുടെ തടിയിൽ നിർമ്മിക്കുന്നതാണ്. ഇടയ്ക്കയ്ക്ക് ഉപയോഗിക്കുന്ന തോൽ മൃഗങ്ങളുടെ, പശുവിൻ്റെയോ കാളയുടെയോ ആമാശയത്തിൻ്റെ പുറമെ ആവരണം ചെയ്തിട്ടുള്ള വളരെ നേർത്ത തോല്, നമ്മൾ പറയും ഉള്ളൂരി എന്നൊക്കെ പറയും മൃഗത്തിൻ്റെ, ആ തോലാണ് ഇടയ്ക്കയുടെ വളയങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇടയ്ക്കയുടെ ആ അനുരണന ശബ്ദം കേൾക്കാനായി പണ്ടുകാലങ്ങളിൽ പനയുടെ ഈറ ഉപയോഗിച്ചിരുന്നു. ഈറയാണ് കെട്ടുന്നത്. ഇന്ന് അത് ലഭ്യമല്ലാത്തതുകൊണ്ടും പ്രയാസപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടും നൈലോൺ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക തോളിൽ തൂക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കച്ച, അത് ശിവനാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇടയ്ക്ക വാദ്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ശാസ്ത്രവിധിയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4 ജീവക്കോലുകൾ 4 വേദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 2 ഭാഗത്തുള്ള വട്ടങ്ങളിലുള്ള 6 ദ്വാരങ്ങൾ 6 ശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ജീവക്കോലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള പൊടിപ്പ് അല്ലെങ്കിൽ ഗണ്ടകൾ 64 എണ്ണമുണ്ട്. അത് 64 കലകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇടയ്ക്ക തോളിൽ തൂക്കുന്ന തോൾക്കച്ച ശിവനാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വളരെയധികം ശ്രുതി പ്രാധാന്യമുള്ള ഒരു ഉപകരണമാണ് ഇടയ്ക്ക. ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. കൂടാതെ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇടയ്ക്ക എന്ന വാദ്യത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.